ഈ ക്ലാസ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ഒരു സുഹൃത്തിനും, നിങ്ങളുടെ നല്ലൊരു സുഹൃത്തിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ. ഇതിൽ നിങ്ങൾ ജയിക്കാൻ ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട 5 തന്ത്രങ്ങൾ, പഞ്ചതന്ത്രങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. കാര്യം ധാരാളം പ്രിലിംസ് പരീക്ഷകൾ PSC ഞാൻ പാസ്സായിട്ടുണ്ട്, എഴുതിയിട്ടുള്ളത് എല്ലാം പാസ്സായിട്ടുണ്ട്. അത് വലിയ ബുദ്ധിമാനായതുകൊണ്ടല്ല, പക്ഷെ ഒരു 5 സ്റ്റെപ്പ് അപ്രോച്ച് ഇതിലൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് എനിക്ക് പാസ്സാവാൻ പറ്റിയത്. അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ടെൻഷൻ, അല്ലെ എക്സാം എടുക്കുമ്പോൾ അനുഭവിക്കുന്ന ആങ്സൈറ്റി, ആ ഒരു പ്രഷർ, ഇതൊക്കെ ഇപ്പം നമ്മൾ നോക്കി കാണുമ്പോൾ ഭയങ്കര പ്രശ്നമുള്ള കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു ജോലി ഉണ്ടല്ലോ, ആ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞൊന്ന് ആലോചിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ പെയിനും മധുരമുള്ള ഓർമ്മകളായിട്ട് മാറുകയാണ്. ഇത് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്തേ. ഇപ്പൊ തന്നെ കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് കയറി, അല്ലെ, ഒരു കസേരയിലൊക്കെ ഇങ്ങനെ ചാഞ്ഞിരുന്നിട്ട് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ആ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. എത്ര സില്ലി ആയിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം സ്വീറ്റ് ആയിട്ടുള്ള മെമ്മറീസ് ആണത്. ഈ ഒരു മെന്റാലിറ്റി, ഇതാണ് വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. ഒരു വിന്നർ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു PSC പരീക്ഷകൾക്ക് സാധിക്കില്ല. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ ലിങ്ക്, ഇന്ന് ഇവിടെ പറഞ്ഞ കുറെ PDF നോട്ട്സും ഒക്കെ ഞാൻ ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാം. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സായി ഈ PDF ഒക്കെ ഉപയോഗിച്ച് ഡെയിലി രാവിലെ അവിടെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രിലിംസിൽ നല്ല രീതിയിൽ മാർക്ക് കൂടും, ഒരു സംശയവും വേണ്ട. അതിനോടൊപ്പം ഈ ഒരു പ്ലേലിസ്റ്റ്, നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ള ഈ പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകൾ ഡിഗ്രി പ്രിലിംസ് ജയിക്കാൻ വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് കണ്ടുപോവുക. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന 5 ടെക്നിക്സിൽ ഏറ്റവും അവസാനം ഞാൻ പറയുന്ന ടെക്നിക്കിനാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പൊ ഇതൊന്ന് കേട്ടിട്ട് അങ്ങോട്ടേക്ക് നിങ്ങളൊന്ന് വരിക, വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. 2x സ്പീഡിലിട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ കണ്ടു തീർക്കാൻ പറ്റുമല്ലോ. പ്രിലിംസ് എന്നല്ല, മെയിൻസ് എന്നല്ല, ഏത് PSC പരീക്ഷകൾ നിങ്ങൾ ഇനി പാസ്സാകണമെങ്കിലും കറക്കി കുത്താൻ അല്ലെങ്കിൽ ശാസ്ത്രീയമായി എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ഫ്രീ മാർക്കാണ്, ഫ്രീ ഹിറ്റാണ്, നമുക്ക് കിട്ടേണ്ടത് ഫ്രീ മാർക്കാണ്. ഇങ്ങനെ നമുക്ക് ധാരാളം മാർക്കുകൾ കിട്ടും. ഈ ഒരു ചോദ്യം ഡിഗ്രി പ്രിലിംസിൽ വന്നിട്ടുള്ളതാണ് PSC. ജസ്റ്റ് നോക്കിയേ, ഒരു 3 സ്റ്റേറ്റ്മെന്റ് ചോദ്യം. വലിയ ചോദ്യമാണെന്നൊക്കെ കാണുമ്പോൾ തോന്നും, പക്ഷെ ഇത് ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ ആണ്. കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ച് കറക്കി കുത്തി ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുമോ നമുക്ക് നോക്കിയാലോ. ചോദ്യം എന്താണ്? നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി, പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷം വരാത്ത എന്നുള്ള അർത്ഥമാണ്, അല്ലെ. അപ്പൊ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ, ഇതുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ത്, തെറ്റായിട്ടുള്ള പ്രസ്താവന, അതാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ടു മേക്ക് ഇന്ത്യ ഗ്ലോബൽ ഹബ് ഫോർ പ്രൊഡക്ഷൻ, യൂസേജ് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. അയ്യോ, വായിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റക്കായിട്ട് നിൽക്കരുത്. ഇവിടെ ശരി സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനല്ല, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കിയേ. ദ മിഷൻ വിൽ ലീഡ് ടു സിഗ്നിഫിക്കന്റ് കാർബണൈസേഷൻ ഓഫ് എക്കണോമി. അതായത് ഈ മിഷൻ ധാരാളം, എന്താ പറയാ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ അതിന് കാരണമാകും. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുകളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതാണ് ഞാൻ സ്ഥിരം പറഞ്ഞത്, അലുവയും എത്തിക്കറിയും പോലെ ഉണ്ടെന്ന്, അല്ലെ. ഇവിടെ പറഞ്ഞ ഗ്രീൻ ഹൈഡ്രജൻ പ്രകൃതിയുമായി വളരെയധികം, എന്താ പറയാ, സെറ്റായിട്ട് നിൽക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇതെന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് പ്രകൃതിയെ നശിപ്പിക്കാൻ, കാർബണൈസേഷൻ, അതായത് കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളി പ്രകൃതിയെ നശിപ്പിക്കാനുള്ള പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇത് തമ്മിൽ എന്തെങ്കിലും മാച്ച് ഉണ്ടോ? അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? 100% ഉറപ്പല്ലേ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്നുള്ളത്? ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്നുള്ള ധാരണ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്തേ, എല്ലാം പോയി, ബാക്കി B മാത്രമേ ഉള്ളൂ. നിങ്ങൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കിയത് പോലില്ല, സ്റ്റിൽ നിങ്ങൾക്ക് അറിയാതെ ശരിയാണല്ലോ. അതാണ് ഞാൻ പറയുന്നത്, പ്രിലിംസ് എക്സാമിന് നമുക്ക് ധാരാളം യൂസ് ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങൾക്കൊരു തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ ഒരു കല്ലുകടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇറർ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ഒക്കെ നമ്മൾ ക്ലാസ് വിശദമായിട്ട് പഠിപ്പിക്കുന്നതാണ്. അത് പഠിക്കാത്ത ഒരാൾക്കും ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതാണ് ടിപ്പ് നമ്പർ 1. കറക്കി കുത്താൻ പഠിക്കണം, ശാസ്ത്രീയമായി തന്നെ കറക്കി കുത്തണം. നമ്മുടെ ചാനലിൽ ധാരാളം വീഡിയോസ് ഇതിന് വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ കോഴ്സുകളിലും ഇതിന്റെ തീവ്രമായിട്ടുള്ള പരിശീലനം ഞാൻ നേരിട്ട് തന്നെയാണ് തരുന്നത്. ഇതിനോടൊപ്പം നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു പരിപാടിയുണ്ട്, ആഴത്തിലും കൂടെ പഠിക്കണം. ഇനിയുള്ള സമയം ആഴത്തിൽ പഠിക്കാൻ നമുക്ക് സമയം ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കും. അതിനുള്ള ഉത്തരം ഞാൻ അടുത്ത സ്ലൈഡിൽ തരാം. ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് കേട്ടെ. കഴിഞ്ഞ ഒരു 10 വർഷത്തെ സിവിൽ സർവീസസിന്റെ പ്രിലിംസിന്റെ ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രിലിംസ് ധാരാളം ചോദ്യങ്ങൾ അവിടെ നിന്ന് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി കിട്ടും, നല്ല രീതിയിൽ മാർക്ക് കിട്ടും. ഈ PSC പ്രിലിംസിലെ ഈ ഒരു ചോദ്യം എത്രയോ പ്രാവശ്യം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് UPSC പ്രിലിംസിൽ വന്നിട്ടുള്ളതാണ്.
അപ്പോൾ UPSC നിലവാരത്തിൽ പഠിക്കുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് UPSCക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതല്ല. UPSC ചോദ്യങ്ങൾ എടുത്തു വെച്ച് PSCക്ക് വേണ്ടി പഠിക്കണം. അതാണ് ഗെയിം ചേഞ്ചർ. എനിക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്രയധികം റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ എനിക്ക് ഉപകാരപ്പെട്ട ടെക്നിക്ക് ഇതാണ്. ഇപ്പൊ ഈ ഒരു ട്രെൻഡ് PSCയിൽ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ കൃത്യമായിട്ട് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ചോദ്യങ്ങൾ എടുത്ത് വർക്കൗട്ട് ചെയ്തേ. 10 വർഷത്തെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും 100 ചോദ്യങ്ങൾ കാണും. നമ്മുടെ സിലബസിനകത്തുള്ള 60-70 കാണത്തുള്ളൂ. ഒരു 10-700 ചോദ്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ഇതാണ് രണ്ടാമത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഇതൊക്കെ നമുക്ക് ഞാൻ ചെയ്യാനുള്ള സമയമുണ്ട്. ഞാൻ എന്റെ കൂടെ നിങ്ങൾ നിരുതേ. ഇനി എവിടെ നിന്ന് പഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ദിവസങ്ങളിൽ പഠിക്കുന്നത് അല്ലെ. സിലബസിനെ മൊത്തവും പഠിക്കാനുള്ള സമയമോ സാഹചര്യമോ ക്ഷമയോ ഒന്നും നിങ്ങൾക്കില്ല, സമയമില്ല. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ പഠിക്കേണ്ടത് ഹോട്ട് ടോപ്പിക്സ് മാത്രമാണ്. ഈ ഹോട്ട് ടോപ്പിക്സ് വലിച്ചുവാരി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വഴിതെറ്റി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് സ്റ്റഡി പ്ലാനിന്റെ ബേസിസിൽ പഠിക്കണം. സ്റ്റഡി പ്ലാനിന്റെ ബേസിസിൽ ചുമ്മാ വലിച്ചുവാരി ഹോട്ട് ടോപ്പിക്സ് പഠിക്കില്ല, കൃത്യമായുള്ള സ്റ്റഡി പ്ലാനിന്റെ ബേസിസിൽ പഠിക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ഈ ഒരു PDF ഇനിയുള്ള ദിവസങ്ങൾ അടുത്തൊരു 3 ആഴ്ച കൊണ്ട് ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള ഹോട്ട് ടോപ്പിക്സും ഓരോ ദിവസം ഏതൊക്കെ ടോപ്പിക് കവർ ചെയ്യണം എന്നുള്ളതുള്ള ഈ ഒരു PDF ടെലിഗ്രാം ചാനൽ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് പഠിച്ചാൽ മതി, സംഭവം സെറ്റാണ്. Day 1, Day 2, Day 3 അങ്ങനെയുള്ള ഫുൾ എന്താ പറയാ ഡീറ്റെയിൽസും അത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റും, ഒരു സംശയം വേണ്ട. ഈ ഒരു യാത്രയിൽ ഇപ്പൊ എവിടെ നിന്നും തുടങ്ങണം, അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിലിറങ്ങി പഠിക്കണം, കൂടുതൽ പഴുതടച്ച് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ തോറ്റുപോകുമെന്ന് അധികമായിട്ട് ഭയമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളും ഇപ്പം പറയുന്ന പോലെ ഈ സ്റ്റഡി പ്ലാനിന്റെ കാര്യങ്ങൾ, അതിന്റെ നോട്ട്സ്, അതൊക്കെ നമ്മുടെ ബാച്ചുകൾ കിട്ടും. ഒരു 499 രൂപ മാത്രമാണ് റിവിഷൻ പ്ലസ് ടെസ്റ്റ് സീരീസ് ബാച്ചിനുള്ളത്. അതിലേക്ക് വന്നെങ്കിൽ ഹോട്ട് ടോപ്പിക്സിന്റെ സമഗ്രമായിട്ടുള്ള എന്താ പറയുക പഠനം നിങ്ങൾക്ക് അവിടെ നടത്താൻ സാധിക്കും. റിവിഷൻ ക്ലാസ്സുകളും എല്ലാം അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പം എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഇനി തുടങ്ങിയാൽ തീരുവോ എന്നൊക്കെ ടെൻഷൻ ആൾക്കാർ. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ബാച്ചിൽ ഉപയോഗിക്കാം. അതല്ല നിങ്ങൾ അത്രയും കോൺഫിഡന്റ് ആണ്, സെൽഫ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ പ്രിലിംസ് പാസ്സാകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി തന്നെ നടത്താം. അതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. ഞാൻ സെൽഫ് സ്റ്റഡി നടത്തിയ വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ ബിഗിനർ ആണ്, നിങ്ങൾക്കൊരു കൈത്താങ്ങ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ കോഴ്സുകൾ പരിഗണിക്കാവുന്നതാണ്. എല്ലാം വളരെ ചീപ്പ് റേറ്റിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് പോകണം. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിംഗ് എല്ലാ സിലബസിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് പഠിച്ചാൽ മതി, നിങ്ങൾ പ്രിലിംസ് പാസ്സായിരിക്കും, ഒരു സംശയം വേണ്ട. ഓക്കെ, അപ്പൊ ഇതാണ് ഹോട്ട് ടോപ്പിക്സിന്റെ സ്റ്റഡി പ്ലാനിന്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ പറയുള്ളത് അല്ലെ. നമ്മളിപ്പോ എന്തൊക്കെ സംസാരിച്ചു? കറക്കി കുത്തുന്ന കാര്യം പറഞ്ഞു, UPSC ക്വസ്റ്റ്യൻസിന്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു, ഹോട്ട് ടോപ്പിക്സ് ആൻഡ് സ്റ്റഡി പ്ലാന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ മാത്രം ഇനി ഞാൻ പറയാൻ വന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് രണ്ടാമത്തെ കാര്യമാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് നാലാമത്തെ ഒരു കാര്യങ്ങൾ പറയാം. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് PSC തന്നെ എല്ലാ വർഷവും 100 കണക്കിന് പരീക്ഷകൾ നടത്തുന്നില്ലേ. അതിൽ നിന്ന് ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യ പേപ്പറുകൾ എടുത്തു വെച്ച് നിങ്ങൾ സമയബന്ധിതമായി ഒരു 1.25 മണിക്കൂർ എന്നുള്ള ടൈമർ സെറ്റ് ചെയ്ത് ചിട്ടയായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. സംഭവം സെറ്റാണ്. കാര്യം മാർക്ക് കുറയുമോ എന്നുള്ള പേടി കൊണ്ടാണ് പല ആൾക്കാരും മോക്ക് ടെസ്റ്റ് എടുക്കാൻ പഠിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. സിവിൽ സർവീസ് പ്രിലിംസിന്റെ തലേ ദിവസം ഞാൻ അറ്റൻഡ് ചെയ്തൊരു മോക്ക് ടെസ്റ്റിൽ എനിക്ക് മാർക്ക് വളരെ കുറവായിരുന്നു. അതായത് ഒരു 20%, 25% മാർക്ക് എനിക്ക് കിട്ടിയുള്ളൂ. പക്ഷേ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ പർപ്പസ് എനിക്കറിയാം. പർപ്പസ് എന്താ? ടൈം മാനേജ്മെന്റ് സെറ്റ് ആക്കുക, അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ് സെറ്റ് ആക്കുക, സമയബന്ധിതമായിട്ട് ടെസ്റ്റ് എഴുതി തീർക്കുക. അതൊക്കെയാണ് മോക്ക് ടെസ്റ്റിന്റെ പർപ്പസ്. മോക്ക് ടെസ്റ്റിൽ മാർക്ക് അങ്ങ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രിലിംസ് പാസ്സാവത്തില്ല എന്നുള്ളത് തെറ്റായ ധാരണയാണ്. ആ പ്രിലിംസ് എക്സാം ഞാൻ ജയിച്ചിരുന്നു. സിവിൽ സർവീസിന്റെ പ്രിലിംസ് എക്സാം നല്ല മാർക്ക് ഞാൻ ജയിച്ചിരുന്നു. എനിക്കറിയാം മോക്ക് ടെസ്റ്റിൽ ഇത്തിരി മാർക്ക് കുറയാനും കുഴപ്പമില്ല. റിയൽ എക്സാം എന്ന് പറയുമ്പോൾ ഇത്രയും ടഫ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ റിയൽ എക്സാം എനിക്ക് മാർക്ക് കുറയാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ PYQs എടുത്ത് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിലും ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഒരു മൈൻഡ് സെറ്റ് ആകണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോക്ക് ടെസ്റ്റ് പരമാവധി അറ്റൻഡ് ചെയ്യുക. ഞങ്ങളുടെ മോക്ക് ടെസ്റ്റ് ബാച്ചിന് പറഞ്ഞ 499 മാത്രമാണ് ഫീസ്. മോക്ക് ടെസ്റ്റ് എന്ന പേര് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഒരു സെമി ക്ലാസ് റൂം പ്രോഗ്രാം മാത്രമാണ്. റിവിഷൻ ക്ലാസ്സുകളും വാല്യൂ അഡീഷൻ ക്ലാസ്സുകളും ഈ പറഞ്ഞ പോലെ വിശദമായിട്ടുള്ള ക്ലാസ് നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് കേട്ടോ. ടെസ്റ്റ് മാത്രമല്ല, ഈ പരീക്ഷയ്ക്ക് അഡീഷണൽ കണ്ടന്റ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഓക്കെ, മോക്ക് ടെസ്റ്റ് കറക്റ്റാക്കി നിങ്ങൾ അങ്ങ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. PSCയുടെ തന്നെ PYQs ധാരാളം നമുക്ക് കിട്ടുമല്ലോ. യെസ്, ഇനിയാണ് നമുക്ക് 5ാമത്തെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് പോകുന്നത്. നിങ്ങൾ ഇനിയിപ്പോ എന്തൊക്കെ പഠിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ പഠിച്ചില്ല അതിനൊന്നും ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. നിങ്ങൾ ലോകത്തുള്ള എല്ലാ ഡേറ്റയും പഠിച്ചിട്ട് പോയാൽ പോലും പ്രോപ്പറായിട്ട് സ്ട്രെസ് മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും നടത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ
പഠിച്ചതെല്ലാം ഒരു വെള്ളത്തിൽ വരച്ച വരാന്നൊക്കെ പറയുന്നത് വേസ്റ്റ് ആണ്. ഞാൻ കണ്ടിട്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, വളരെ നല്ല രീതിയിൽ അറിവുള്ള സ്റ്റുഡൻസ്, അവർക്ക് പോലും യഥാർത്ഥ പരീക്ഷ വരുമ്പോൾ കാല് ഇടറാറുണ്ട്. എന്തുകൊണ്ടാണ്? സ്ട്രെസ് കൂടും. ആ എക്സാം ഹോൾ കയറുമ്പോൾ കൈ വിയർക്കും. പക്ഷെ ഞങ്ങളുടെ ബാച്ചിൽ റെഗുലർ ആയിട്ട് സ്ട്രെസ് മാനേജ്മെന്റിന്റെയും ടൈം മാനേജ്മെന്റിന്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. കുറെയൊക്കെ അത് ഓവർകം ചെയ്യാൻ കുട്ടികൾക്ക് പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വിധി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ആ കയ്യിലിരിക്കുന്ന പേനയിലാണ്. നിങ്ങളുടെ കൈ വിറച്ചാൽ ആ ഭാവിയും വിറയ്ക്കും. ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ഡെയിലി എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു 10 മിനിറ്റ് എങ്കിലും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. നിങ്ങളുടെ കൈ നിൽക്കും. വെൻ വി കൺട്രോൾ അവർ ബ്രെത്ത് വി കൺട്രോൾ അവർ മൈൻഡ് എന്ന് പറയാം. നമുക്ക് നമ്മുടെ ശ്വാസം ബ്രീത്തിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡെയിലി 10 മിനിറ്റ് നിങ്ങൾക്ക് അതിനെ മാറ്റി വെച്ചാൽ മതി. നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന്റെ പെർഫോമൻസ് കൂട്ടാൻ സാധിക്കും. നിങ്ങളിപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നിരിക്കട്ടെ, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് നിങ്ങൾ എത്തിയത് മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് എടുക്കുക. മൈൻഡ് കൂളാക്കുക. എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റും. അങ്ങനെ ആ ഒരു രീതിയിൽ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാം. സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ടൈമും കൺട്രോൾ ചെയ്യാം. നമ്മൾ നേരത്തെ ചോദ്യം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ? വിത്തിൻ സെക്കൻഡ്സ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കുകയും ചെയ്യാതാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയത്. എന്തുകൊണ്ടാണ്? പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ കയ്യിലുണ്ട്. അത്രയേ ഉള്ളൂ അതിന്റെ ഒരു ലോജിക്. അതൊരു പ്രപഞ്ച നിയമമാണ്. നിങ്ങൾക്ക് എന്നാലും ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. നമ്മൾ പറയാറുണ്ട്, നിങ്ങൾക്ക് വിജയിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹം അത് തോക്കും എന്നുള്ള ഭയത്തിനേക്കാൾ അധികമാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഇത് എന്താണ് ഹൈ ലെവലിൽ നിൽക്കുന്നതായിരിക്കണം? തോക്കും എന്നുള്ള പേടിയാണോ, അതോ ജീവിതത്തിൽ കര പറ്റണം എന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹമാണ്? ഇതിനകത്ത് ഏതാ ടോപ്പിൽ നിൽക്കുന്നതെന്നതാണ് ചോദ്യം. ആ ടോപ്പിൽ നിൽക്കുന്നുണ്ടോ അത് ജയിക്കും. നിങ്ങളുടെ ഈ പറഞ്ഞ ഉത്കർഷ്ടേശ എന്നൊക്കെ പറയാം അല്ലെ, വിജയിക്കണം എന്നുള്ള ആഗ്രഹം അത് ടോപ്പിൽ തന്നെ വെക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ വീഡിയോ നിങ്ങളുടെ ലൈഫിൽ ഒരു വാല്യൂ ആഡ് ചെയ്ത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹം സബ്സ്ക്രിപ്ഷന്റെയും ലൈക്കിന്റെയും ഷെയറിന്റെയും ഒക്കെ രൂപത്തിൽ തരിക. ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം അത് തന്നെയാണ്. സോ ഓൾ ദ ബെസ്റ്റ്. നന്നായി തന്നെ പഠിക്കുക. ഇനി അടുത്ത ടോപ്പിക് അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്നും കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ബൈ.